കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കിട്ടിയതായതുകൊണ്ട് ഇവിടുത്തെ അനുവാദം കിട്ടിയാലേ അച്ഛനത് എന്തെങ്കിലും ചെയ്യും. അച്ഛന്റെ രീതി അങ്ങനെ ആയിപ്പോയി. എന്നോട് ചോദിച്ചാ അനന്തേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂന്നേ ഞാൻ പറയൂ. പക്ഷെ അനന്തേട്ടന് അമ്മയോട് ചെറിയച്ഛനോട് ചോദിച്ചാ അവരെന്തു പറയുന്ന എനിക്കറിയില്ല. അവര് കേസിന്റെ കാര്യം സംസാരിക്കാൻ മൂർത്തി വക്കീലിനെ കാണാൻ പോയിരിക്കല്ലേ. അവിടെ വെച്ച് സ്വർണത്തിന്റെ കാര്യമൊന്നും സംസാരിക്കാൻ ഇടയില്ല. ഇനിയിപ്പോ അച്ഛൻ മുത്തശ്ശിയോടായിരിക്കും ചോദിക്കാൻ പോകുന്നത്. തറവാട്ടിൽ നിന്ന് തന്ന സ്വർണവും പണയം വെക്കാൻ പോവാണെന്ന് പറയുമ്പോ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ കുഞ്ഞമ്മ? നീ വിഷമിക്കാതിരിക്കാൻ പിളി. അമ്മയോ ഞാനോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒന്നും ഇനി പറയുവോ ചെയ്യുവോ ഇല്ല. തറവാടിന്റെ ഷെയറിന് വേണ്ടി നിങ്ങളെ കേസിന് വിടേണ്ടി വന്നതിൽ തന്നെ എനിക്കും അമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. കേസ് ഒരുപാട് വർഷം നീണ്ടുപോകുന്നൊക്കെ പറയുന്നത് കേട്ടു. അല്ല, അത് ശരിയാണോ കുഞ്ഞമ്മ? അതൊക്കെ നിങ്ങൾ വെക്കുന്ന വക്കീലിന്റെ മിടുക്കു പോലിരിക്കും. നല്ലൊരു അഡ്വക്കറ്റിനെ വെച്ചാ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കുറച്ചുകൂടി വേഗത്തിൽ നടത്താൻ പറ്റും. അയ്യോ, അത്രയും നല്ല വക്കീലന്മാർക്ക് വലിയ ഫീസ് കൊടുക്കേണ്ടി വരില്ലേ? അതൊക്കെ ആര് കൊടുക്കാനാ? ചീരും തേയൊക്കെ കേസ് കൊടുക്കാൻ മുന്നിട്ട് നിൽപ്പുണ്ട്. ഫീസിന്റെ കാര്യം വരുമ്പോ അവരൊക്കെ കൈമലർത്താനാ സാധ്യത. അവസാനം അതും അച്ഛന്റെ തലയിലാവും. അച്ഛന് കേസ് നടത്താൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? കേസ് ബാക്കിയുള്ളവര് നടത്തട്ടെ അമ്പിളി, നീ മാറി നിന്നാ മതി. നിനക്കും രഘുവിനും എന്തെങ്കിലും ആവശ്യം വന്നാ എന്നോട് പറഞ്ഞാ മതി. വേറെ ആരും അറിയാതെ ഞാൻ നിങ്ങളെ സഹായിക്കാം. അത് ഞാൻ കേസിൽ നിന്ന് മാറിയ അവസാനം കോടതി ഞങ്ങളുടെ ഷെയർ തരാൻ വിധിച്ച അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടാതെ പോവില്ലേ കുഞ്ഞമ്മേ? അതോർത്ത് നീ വിഷമിക്കണ്ട. അമ്മയുടെ ഷെയർ കിട്ടിയ അത് മക്കൾക്കെല്ലാം തുല്യമായി വീതിച്ചെടുക്കാനേ പറ്റൂ. ആ, എങ്കിൽ ഞാൻ കുഞ്ഞമ്മ പറഞ്ഞ പോലെ ചെയ്യാം. അവർ കേസ് നടത്തട്ടെ, ഞാനും അച്ഛനും കൂടെ മാറി നിൽക്കാം. പക്ഷേ രഘുവേട്ടൻ ബിസിനസ് തുടങ്ങുമ്പോ കുഞ്ഞമ്മ ഞങ്ങളെ കാര്യമായിട്ടൊന്ന് സഹായിക്കണം. അത് ഞാൻ ഏറ്റവും അമ്പിളി. ആദ്യം സ്വർണത്തിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവട്ടെ. അതിനുശേഷം ആവശ്യമുള്ള പണം നിനക്കും രഘുവിനും വേണ്ടി ഞാൻ തന്നോളാം. അതുപോരെ? മതി കുഞ്ഞമ്മ. ഞങ്ങളെ ഒന്ന് കൈപിടിച്ചു ഉയർത്താൻ കുഞ്ഞമ്മയ്ക്കെങ്കിലും തോന്നിയല്ലോ. ഈ സ്നേഹം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്റെ കൂടപ്പുറപ്പിന്റെ മൂത്ത മകളല്ലേ നീ. നിന്നെ കാണുമ്പോ എനിക്കെന്റെ ലക്ഷ്മി പോലെ തോന്നുന്നേ. നിനക്ക് ഞാനുണ്ടാവും അമ്പിളി. ലീഗൽ അഡ്വൈസർ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. കല്യാശ്ശേരി തറവാടിനെ കുറിച്ച് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന ആളാ കൃഷ്ണമൂർത്തി. വിജയിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിലേ വ്യവഹാരത്തിന് ഇറങ്ങാവൂന്ന് അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ള സൂചനയാ. എന്നുവെച്ച് ലക്ഷ്മിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് അവളുടെ മക്കൾ കൂടി അങ്ങനെ വെറുതെ വേണ്ടെന്ന് വെക്കാൻ പറ്റൂ തമ്പായി? പിന്നെ കേസും വേണ്ട സ്വത്തും വേണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു എനിക്ക് ഇതുവരെ. എന്നാൽ ഇപ്പോ എന്റെ ലക്ഷ്മി കല്യാശ്ശേരിയിലെ പെണ്ണായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവൾക്ക് അവകാശപ്പെട്ട ആ സ്വത്ത് തിരിച്ചു പിടിക്കണമെന്ന് എനിക്കും തോന്നിപ്പോവാ. എന്തായാലും മൂർത്തി സാർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞങ്ങളൊരു അഡ്വക്കേറ്റിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. ഇത്രയും വലിയ സ്വത്ത് വേണ്ടെന്ന് വെക്കാൻ ആർക്കും പറ്റില്ലല്ലോ. അതൊരിക്കലും പറ്റില്ല. വേണ്ടെന്ന് വെക്കണമെന്ന് ഞാനും പറയില്ല. കൃഷ്ണമൂർത്തിയെ മധ്യസ്ഥനാക്കി വേണമെങ്കിലും ഒരു ചർച്ചയാവും. പാർവതിക്ക് അവളുടെ അച്ഛൻ ഇഷ്ടദാനമായി നൽകിയ സ്വത്ത് പങ്കുവെച്ചു തരാൻ തടസ്സം നിൽക്കുന്നത് അവളുടെ ഭർത്താവും മകനുമാണ്. അവര് നാട്ടിൽ വരുമ്പോ സംസാരിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയാലോ? അതും ആലോചിക്കാവുന്നതാണ്. എന്തായാലും അവര് വരുമ്പോ തമ്പായി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. കേസിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും അതിന്റെ വഴിക്ക് തന്നെ നടന്നോട്ടെ.
എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ കാവിലേക്കാ. തമ്പായി, ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? അല്ല, പോയ കാര്യം എന്തായി? അത് നമുക്ക് വിശദമായി പിന്നെ സംസാരിക്കാം പാർവതി. ഇപ്പോ അനന്തം വേറെന്തോ ചോദിക്കാൻ വന്നതാ. എന്താ? അത് വേറൊന്നുമല്ല. തറവാട്ടിൽ നിന്ന് ലക്ഷ്മിയുടെ സ്വർണം എടുത്ത് അമ്മയും പാർവതിയും കൂടി എന്നെ ഏൽപ്പിച്ചതാ. എനിക്കത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും അറിയാം. എന്നാലും ഒരു മര്യാദയുണ്ടല്ലോ. ഞാൻ ആ സ്വർണം തൽക്കാലം പണയം വെച്ച് രഘുവിനെ അമ്പിളി ഒന്ന് സഹായിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അമ്പിളി എന്നോട് പറഞ്ഞു, ലക്ഷ്മിയുടെ സ്വർണം അവളുടെ മക്കളുടെ കൈകളിൽ എത്തണമെന്നേ ഞങ്ങൾക്കും ആഗ്രഹമുള്ളൂ. അതിനിടയിൽ ഒരു ആവശ്യം വന്നാ പണയം വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നഷ്ടപ്പെടാതെ നോക്കിയാൽ മതി. അല്ലേ ചെറിയച്ച? അല്ല, അങ്ങനെയല്ല. കല്യാശ്ശേരിയിലെ അമ്മമാരും പെമ്മക്കളും പാരമ്പര്യമായി ഉപയോഗിച്ചു വന്ന ആഭരണങ്ങളാണ് അത് മറ്റൊരാൾക്ക് വിറ്റാൽ അത് പാരമ്പര്യത്തെ വിറ്റു എന്നാണ് അർത്ഥം. പൂർവികാത്മാക്കൾ പോർക്കില്ല അനന്ത. പണയം വെച്ചാലും പാപം തന്നെ. അത് മറ്റൊന്നിനും ഉപയോഗപ്പെടില്ല. വെറുതെ നാശം പിടിച്ചു വരുത്തണ്ട അനന്ത. വേറെന്തെങ്കിലും വഴി നോക്ക്. ആ ആഭരണങ്ങൾ മക്കൾക്ക് അണിയാമെന്നല്ലാതെ അതിന്റെ മാറ്റുരച്ചു നോക്കിയാൽ പോലും കുടുംബത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടാവും. സമാധാനം എന്ന് പറയുന്നത് പിന്നെ ഉണ്ടാവില്ല ജീവിതത്തിൽ. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുതെന്നേ ഞാൻ പറയും. നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തത് വേറെ ആരും അറിയാതിരിക്കാനാ ഇവിടെ വെച്ച് കാണാന്ന് ഞാൻ പറഞ്ഞത്. എന്നെ ഹെൽപ്പ് ചെയ്തതിന്റെ പേരില് അങ്കിളിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ലല്ലോ. ഈ കാര്യം നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ അങ്കിള്. നമ്മുടെ വിനയനറിയാം. ഞാൻ അവനോട്ട് കൂടിയാലോചിച്ചിട്ടാണ് ഗോകുലായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചത്.